പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയിൽ സ്നേഹമുള്ളവരെ, 20-ലേറെ വർഷങ്ങളിലധികമായി നമ്മൾ ഈ കരുണയുടെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നു. 2001 ഈ ആരാധനാ ദേവാലയത്തിൽ നടന്ന ഒരു അത്ഭുത പ്രവൃത്തിയുടെ അനുസ്മരണമാണ് ഈ കരുണയുടെ തിരുനാളായിട്ട് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും ഈ ഈശോയുടെ കരുണയുടെ തിരുമുഖത്തിൻ്റെ ആ ചിത്രത്തിലൂടെയും കരുണയുടെ തിരുനാളിലൂടെയും ലഭിച്ചിട്ടുണ്ട്. ഇതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ വളരെയധികം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ വചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പാടുന്നത്: അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവഭക്തിയിൽ വളരുന്ന ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും കുടുംബത്തിൽ മാത്രമല്ല, അവരുടെ വരാനിരിക്കുന്ന തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കടന്നു വരുമെന്ന് പരിശുദ്ധ അമ്മയുടെ അധരങ്ങളിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാതിരുന്ന നിമിഷങ്ങളിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളിലും പാപകരമായ ജീവിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ വലിയ പ്രതിസന്ധികളില്ലാതെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കാരണം ഈ ദൈവത്തിൻ്റെ കാരുണ്യം തന്നെയായിരിക്കും. അതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകുന്ന വാഗ്ദാനം: അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 54-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക: തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാത്ത നിമിഷങ്ങളിൽ പോലും ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ കാരണം വചനത്തിലൂടെ പറയുകയാണ്: ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്, ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവം തൻ്റെ മക്കളെയും അവരുടെ വരാനിരിക്കുന്ന തലമുറകളെയും അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബം രക്ഷപ്പെടുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോടുള്ള കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവം ആ കുടുംബത്തെ രക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലുള്ള ചിലരെങ്കിലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകാതെയോ ഇതിനെ എതിർക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നീ ഒരാളുടെ പ്രാർത്ഥന, നിന്നോടുള്ള സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57-58 തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: എലിസബത്തിന് പ്രസവ സമയമായി, അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊപ്പം സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും ഏറ്റുപറഞ്ഞ കാര്യം എന്താണ്? ഇത് കർത്താവിൻ്റെ കാരുണ്യമാണ്, ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്, ഇത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് എന്ന് കർത്താവ് ഏറ്റുപറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്:
എലിസബത്തിൻ്റെ അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചത് എന്തിനെ പ്രതിയാണ്? കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഓർത്താണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ, തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, മക്കളില്ലാത്ത ദുഃഖം, വിവാഹം നടക്കാത്ത ദുഃഖം, അതുപോലെയുള്ള പരീക്ഷകൾ ജയിക്കാത്ത ദുഃഖം, ഇവിടെയൊക്കെ കർത്താവിൻ്റെ കാരുണ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കും. കർത്താവിൻ്റെ കരുണ പ്രവർത്തിച്ചാൽ എല്ലാ തടസ്സവും മാറും. എലിസബത്തിനും സക്കറിയാക്കും ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം ഒഴിച്ച് ഈ ഭൂമിയിൽ വേറെ ആരും കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ ദൈവം പ്ലാൻ ചെയ്തതുപോലെ ദൈവം പ്രവർത്തിച്ചു. ആ ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ പ്രായം കഴിഞ്ഞുപോയ സമയത്താണ് അവർക്ക് കുട്ടികളുണ്ടായത്. വചനത്തിൽ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്താണ്? ഇനി ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല. ആ സമയത്താണ് കർത്താവ് കാരുണ്യം ചൊരിഞ്ഞ് അവരനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 78-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീഴാനും സമാധാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണിത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 78-ാം തിരുവചനത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. മറിയത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ, ബൈബിൾ പണ്ഡിതന്മാരും തിരുവചനവും പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ കരുണ രൂപമെടുത്തതാണ് കർത്താവായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സമയം കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സക്കറിയായുടെ ജീവിതത്തിലേക്ക്, എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കാരുണ്യം എൻ്റെ വീട്ടിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേലിനെ കാരുണ്യം അനുസ്മരിച്ച് സഹായിച്ച ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ വചനം പറയുകയാണ്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം കരുണ കാണിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവർ, അത് പാപികളാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെങ്കിലും, അവർ ഈ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ഒഴുകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 103-ന്റെ 8-ാം വാക്യം, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് യോഗ്യതയില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എത്ര കുറവുകളുണ്ടെങ്കിലും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഈ മാസം തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ മാസമായിട്ട് ജൂൺ മാസം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൽ മുറിവ്, ആ മുറിവിൽ നിന്നൊഴുകിയ ചോരയും നീരും, ആ മുറിവിലേക്ക് ഈ ലോകം മുഴുവനും സമർപ്പിക്കാനും പാപികളെ സമർപ്പിക്കാനും ആ കരുണ കടലിലേക്ക് എല്ലാവരെയും സമർപ്പിക്കാനാണ് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ ആവശ്യപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് നമ്മൾ കാരുണ്യം കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണ സ്വീകരിച്ചാൽ മാത്രം പോരാ,
നമ്മൾ മറ്റുള്ളവരോട് ഇതേപോലെ കരുണ കാണിക്കണം, കാരുണ്യമുള്ളവരാകണം. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാനും ആഴപ്പെടാനും സാധിക്കും. ഈ കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, അല്പസമയം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ചിലപ്പോൾ എൻ്റെ പ്രവൃത്തികളുടെ യോഗ്യതകൾ കൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ സഹായം സ്വീകരിക്കും. അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ല. എലിസബത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അവർ പ്രായം കഴിഞ്ഞവരായിരുന്നു. പ്രായം കഴിഞ്ഞിട്ടും അവർക്ക് മക്കളുണ്ടായി. അതിൻ്റെ ഒരേ ഒരു കാരണം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യമോർത്ത് ബന്ധുക്കളും അയൽക്കാരും സന്തോഷിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കർത്താവിൻ്റെ കാരുണ്യം കടന്നു വരുമ്പോൾ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ ഇനി ഒരിക്കലും കരകയറാനാകില്ല എന്ന് കരുതുന്ന അപകടങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും കർത്താവ് കാരുണ്യത്താൽ നമ്മളെ കരകയറ്റും. ഈ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം വളരെ ആവശ്യമായിരിക്കുന്ന മക്കൾ, ജീവിത പങ്കാളി, അങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് അകന്ന ഈ ലോകത്തിൻ്റെതായി ജീവിക്കുന്ന ദുശീലങ്ങൾപ്പെട്ട് കഴിയുന്ന എല്ലാവരുടെ മേല് കർത്താവെ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ച് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി സന്തോഷത്തോടെ കരങ്ങളെടുത്തിട്ട് വലിയ വിശ്വാസത്തോടെ കരങ്ങളൊന്ന് മാറ്റിയടിച്ചേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. ഉയർത്തിയടിച്ച് അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിയോടെ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ.
ഹല്ലേലൂയ. യേശുവേ, തീ പോലെ ഇറങ്ങണമേ. യേശുവേ, യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ എല്ലാ മക്കളിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടട്ടെ. കർത്താവിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മക്കൾ അനുഗ്രഹിക്കട്ടെ. ഒരാൾ പോലും വെറും കൈയോടെ പോകരുത് ഈശോയെ. ഒരാൾ പോലും വെറും കൈയോടെ പോകരുത് ഈശോയെ. അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ച്, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ച് എല്ലാ മക്കളെ സ്പർശിക്കണം ഈശോയെ. ഈശോയെ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ ഒത്തിരിയേറെ അഭിഷേകവും കൃപയും വർഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഇങ്ങനെ പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അതുപോലെയുള്ള പല കുടുംബങ്ങളുണ്ട്. കർത്താവ് അവരെ ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് പകർച്ചവ്യാധി പോലത്തെ ഒരു അസ്വസ്ഥതയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും വിട്ടുപോകുമെന്ന് കർത്താവ് നമുക്ക് സന്ദേശം തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വന്യമൃഗങ്ങളെ സ്ഥിരമായിട്ട് വേട്ടയാടാൻ പോകുന്ന ഒരു വ്യക്തി, തോക്കും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് കർത്താവ് ഇത് പ്രശ്നമായി തീരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം, അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അപകടമുണ്ടാകും എന്ന് ആ വ്യക്തിയോട് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷുഗർ സംബന്ധമായ ഡയബറ്റിക്സ് മൂലം കാലിൽ പഴുപ്പുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാൽമുട്ടുകൾക്ക് ശക്തമായ വേദനയുള്ള 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പഠിക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള അഭിഷേകം നൽകി 163 പേരെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശക്തമായ നടുവേദനയുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമേരിക്കയിൽ എത്തിയെങ്കിലും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ഒരു സഹോദരനാണ്, വളരെ അസ്വസ്ഥനാണ്. കർത്താവ് ആ വ്യക്തി അനുഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് ശാന്തമായിട്ടിരുന്നാൽ മതി, ജോലി സമയത്ത് കിട്ടുമെന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹാർട്ടിൻ്റെ വാൽവ്, അതുപോലെയുള്ള വാൽവ് സംബന്ധമായ അസുഖങ്ങളും ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള 7ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഈ നിമിഷങ്ങളിലൂടെ അനുഭവപ്പെടുന്നു. ഈ ധ്യാന ഹോളിനകത്തുകൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മ നീങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അനേകരിലേക്ക് വലിയ പ്രകാശം കടന്നു വരുന്നു. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കുന്നു, മക്കളില്ലാത്തവർ അനുഗ്രഹിക്കുന്നു. ഏറെ നാളുകളായിട്ട് വിവാഹം നടക്കാത്ത ഒരു സഹോദരനെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഇന്ന് സമയക്കുറവ് മൂലം അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. എൻ്റെ പേര് അഗസ്റ്റിൻ ജോസഫ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ബദിയടുക്ക എന്ന സ്ഥലത്താണെന്നാണ് കത്തെഴുതുന്നത്. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയപ്പോൾ കുഴൽക്കിണർ അടിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കിണറടിക്കാൻ വന്നപ്പോൾ കുറച്ച് ആളുകൾ തടസ്സം പറഞ്ഞതിന് സമ്മതിച്ചില്ല. എൻ്റെ ഭാര്യ വീട് പുതുപ്പാടിയിലാണ്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു. ചൊവ്വാഴ്ച ധ്യാനകേന്ദ്രത്തിൽ പോയി വിശുദ്ധ യൂദാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നൊവേന കൂടണമെന്നും പറഞ്ഞു. വെള്ളം കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്നും പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ കുറച്ചു പേർ വീട്ടിൽ വന്ന് കുഴൽ കിണർ അടിച്ചോളാൻ പറഞ്ഞു.
വാഹനം തിരിച്ചു വിളിച്ച് അവർ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഇപ്പോൾ ഒരു തടസ്സങ്ങളുമില്ലാതെ വെള്ളം എടുക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന. അഗസ്റ്റിൻ ബദിയെടുക്ക, കാസർഗോഡ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജിൻസി സജി ചെമ്പുക്കടവ്. എൻ്റെ പേര് ജിൻസി സജി, ചെമ്പുക്കടവിൽ താമസിക്കുന്നു. എൻ്റെ മകൾ അലീന സജിക്ക് SSLC ഫുൾ A+, ജോയിൽ സജി +2 സയൻസിന് ഫുൾ A+ ലഭിച്ചു. നിത്യാരാധന ചാപ്പലിൽ നിയോഗം എഴുതി പ്രാർത്ഥിക്കുകയും ആരാധന സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഉന്നത വിജയം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. താമസിച്ചതിന് സാക്ഷ്യപ്പെടുത്താൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ജിൻസി സജി, ചെമ്പുകടവ്. കരങ്ങളടിച്ച് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല ഇനി ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീക്കി
യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, നൽകും ജയം മാത്രം. ജീവൻ പ്രാപിക്ക, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്ക, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്ക, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്ക, മനസ്ഥിതിയെ ജീവൻ പ്രാപിക്ക. യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക, മനസ്ഥിതിയെ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ശാപത്തിൻ നുകമേ തകർന്നു പോകാം, ക്ലേശത്തിൻ നുകമേ തകർന്നു പോകാം. ശാപത്തിൻ നുകമേ തകർന്നു പോകാം, ക്ലേശത്തിൻ നുകമേ തകർന്നു പോകാം. സംശയത്തിൻ നുകമേ തകർന്നു പോകാം, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാം. സംശയത്തിൻ നുകമേ തകർന്നു പോകാം, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാം. എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം, യേശു എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവി, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എന്റെ വാക്കു ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ആരാധന, ആരാധന യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട്, കരങ്ങൾ ഈശോയുടെ നേരെ വീശിക്കൊണ്ട്, അനുഗ്രഹിക്കുന്ന യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോ എന്നെ തൊടണമേ ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ ജീവിതത്തെ എടുക്കണമേ ആഗ്രഹിച്ചുകൊണ്ട്, ഈശോ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ ആഗ്രഹിച്ചുകൊണ്ട്, ഈശോ ദിവ്യകാരണത്തിൽ അങ്ങ് ഇറങ്ങി നടക്കണമേ ഈശോയെ ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയെ കരുണയെ ആരാധന. ഹല്ലേലൂയ, 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 വിശ്വാസത്തോടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ കരങ്ങൾ വീശി, ഹല്ലേലൂയ, വിശ്വാസത്തോടെ കരങ്ങൾ വീശി, ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അതരം തുറന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ, 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 കരഞ്ഞു പ്രാർത്ഥിച്ച്.